ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ശ്രീ കക്കോട്ടാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസത്തെക്കുറിച്ചാണ് ഞാനന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പൊങ്കാല ഇടണമെന്ന് വിചാരിക്കുന്നവരെ തലേദിവസം തന്നെ അമ്പലത്തിൽ പോയിട്ട് ടോക്കൺ എടുക്കേണ്ടതാണ്. ആ ടോക്കണിൽ നമ്മുടെ അടുപ്പിൻ്റെ നമ്പർ ഇവർ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് 470 സംതിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോ കല്ലിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ തലേദിവസം തന്നെ ചട്ടിയൊക്കെ വാങ്ങി റെഡിയാക്കി വയ്ക്കും. അത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ അലങ്കരിക്കാനാണ്. അരിമാവൊക്കെ വെച്ചിട്ട് അങ്ങനെ രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തേക്ക് പോവുകയാണ്. നമുക്ക് അവർ 8 മണിയായിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ എത്തിയത് നല്ല തിരക്കുണ്ടായിരുന്നു, എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. വർഷവും മേടമാസത്തിലാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്. വിഷു കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ പൊങ്കാല വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്പലത്തിൽ നിന്ന് അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ദീപം തെളിയിക്കാനായിട്ട് അടുപ്പിൽ. അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് മുമ്പ് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒരു നിലവിളക്ക്, ഒരു നാക്കില, പിന്നെ പഴം, വെല്ലം, ഒരു നാളികേരം, തിരി, നൂല്, പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാനുള്ള അടുത്ത പാത്രങ്ങളും കൊണ്ടുപോകണം. പിന്നെ നമുക്ക് അവിടേക്ക് ആവശ്യമായ വെള്ളം വന്നിട്ട് അവിടെ അമ്പലത്തിൽ തന്നെ കിട്ടും കേട്ടോ. അത് അവർ ടാങ്കിൽ നിറച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും കുടം എന്തെങ്കിലും കൊണ്ടുപോയി നമുക്കത് എടുത്തിട്ട് വരാവുന്നതാണ്. പിന്നെ എല്ലാവരും സെറ്റായിട്ട് ദീപം തെളിയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് അനൗൺസ്മെന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹവും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുപ്പ് കത്തിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ദീപമൊക്കെ കത്തിച്ച് അടുത്ത ചടങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ്റെ വക അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ല അടിപൊളി സംഭാരം തരും കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ പുകയിൽ കണ്ണൊക്കെ എരിഞ്ഞ് ആകെ ചൂടും എല്ലാം കൂടി ആയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളത് സഹിച്ച് അവിടെ നിൽക്കും. ഒരു 10-600 സംതിങ് അടുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മുടെ തന്നെ 400 സംതിങ് ആയിരുന്നു അടുപ്പ് നമ്പർ. ഇനി അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന പൊങ്കാല തിളച്ചു വരുന്നത് കാണാം. അങ്ങനെ ദേവിയുടെ എല്ലാ ഐശ്വര്യവും ആ പൊങ്കാലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ പൊങ്കാല തിളച്ചു വന്നിട്ടുണ്ട്. ക്ഷേത്ര കമ്മിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാളികേരം ഉടച്ചിട്ട് അവിടെ പൂജ ചെയ്തിട്ട് പോവും. അതിനോടൊപ്പം തന്നെ തന്ത്രിയും വന്ന് നമ്മുടെ പായസത്തിൽ പൂജ ചെയ്തിട്ട് പോവും. തന്ത്രിയുടെ കൂടെ ഒരാളുണ്ടാവും. അയാളുടെ കയ്യിൽ നമ്മൾ അവിടെ ഇലയിൽ വെച്ച ദക്ഷിണ ആളുടെ കയ്യിൽ കവറിലിട്ട് കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചട്ടിയിൽ നിന്നും പായസം എടുക്കാൻ വേണ്ടിയിട്ടും അമ്പല കമ്മിറ്റിയിൽ നിന്ന് ആൾക്കാർ വരും. ഇതോടുകൂടി നമ്മുടെ ചടങ്ങെല്ലാം തീർന്നു. നമുക്കിനി വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളിൽ നിന്ന് നമ്മൾ ചട്ടിയും പാത്രങ്ങളും നിലവിളക്കും മാത്രമേ തിരിച്ചു കൊണ്ടുവരുള്ളൂ. ബാക്കി കൊണ്ടുപോയ വിറകും ചന്ദനത്തിരി, തിരി, നൂല് എല്ലാം നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് വരികയാണ് ചെയ്യാറ്. അതൊക്കെ ക്ഷേത്ര കമ്മിറ്റിക്കാർ വൃത്തിയാക്കുന്നതാണ്. പിന്നെ നമ്മൾ കൊണ്ടുപോയി നാളികേരം ഉടച്ചതിൽ നിന്ന് ഒരു നാളികേരം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ബാക്കിയൊരു നാളികേരം അമ്പലത്തിനുള്ളതാണ്. ഇപ്പം നമ്മുടെ പൊങ്കാല വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതേ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.